എന്തുകൊണ്ടാണ് കമ്മ്യൂണിസം എന്ന മഹാവിപത്തിനെ, വരട്ട് ചൊറിയെ, ദുർഗന്ധം വമിക്കുന്ന ഒരു കീറ തുണിയെ, അങ്ങനെ അതിനെ വിശേഷിപ്പിക്കാൻ കഴിയൂ കമ്മ്യൂണിസത്തെ? ഈ കമ്മ്യൂണിസത്തെ ഒരു പരിധി കഴിഞ്ഞാൽ ഒരു നാട്ടിൽ നിന്ന് തുടച്ചു നീക്കണമെന്ന് തിരിച്ചറിഞ്ഞ് അവിടുത്തെ ജനങ്ങൾ അതിനുവേണ്ടി പരിശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ്? കമ്മ്യൂണിസം നിലനിന്നിരുന്ന പല രാജ്യങ്ങളിലും പിന്നീട് കമ്മ്യൂണിസത്തിൻ്റെ ഗതി എന്തായി എന്നുള്ള കാര്യം ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. കേരളത്തിലും ഏകദേശം ആ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. കാരണം വിവരവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത അന്തം കമ്മികൾക്ക് പോലും ഇപ്പോൾ കമ്മ്യൂണിസം അടുപ്പായി തുടങ്ങിയിരിക്കുന്നു. ഇത്രയും ആമുഖമായി പറഞ്ഞതിനൊരു കാരണമുണ്ട്. സ്വകാര്യ സർവകലാശാലകളെ പണ്ട് എതിർത്തിരുന്നവരാണ് ഈ പറയുന്ന CPM-കാർ. ഇപ്പോഴവർ സ്വകാര്യ സർവകലാശാലകളെ കേരളത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവനെയൊക്കെ പത്തല് വെട്ടി അടിക്കേണ്ടതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. പത്തല് വെട്ടി അടിച്ചാലും ശരിയാവും കേട്ടോ. അല്ല, ഞാൻ കാര്യമായിട്ട് ചോദിക്കുന്നത്. പക്ഷേ പത്തല് വെട്ടിയിട്ടേ, പണ്ടൊക്കെ നമ്മുടെ അവിടെ ഇന്നാണ് മതിൽ ഈ വേലിയിൽ, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. നമ്മുടെ വീട്ടിലൂടെ വേലിയിൽ നല്ല ഈ കുറുന്തോട്ടി ഉണ്ടല്ലോ, കുറുന്തോട്ടി, അതിങ്ങനെ വലിച്ചിങ്ങനെ ഊരിട്ട് പ്ലച്ചനെ കൊടുക്കാനുണ്ടല്ലോ, എന്തൊരു രസം എന്നറിയാം. അതിനാണ് പത്തല വെട്ടി അടിക്കുന്ന ഒരു പ്രയോഗം തന്നെ വന്നത്. പക്ഷേ ഇത് അതുകൊണ്ടൊന്നും നന്നാവുന്ന ഒരു കക്ഷികളാണ്. മറ്റേ അടി കിട്ടിയാൽ ഇത്രയും നന്നാവുമായിരുന്നു. ഇന്നിപ്പോൾ അതൊന്നും കാരണം, കാരണം ഇതൊന്നും ഉളുപ്പില്ലല്ലോ. അതായത് അടി കിട്ടിയാലും അതും ഒരു ആശ്വാസം, ഞങ്ങളെ തല്ലി എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിനെ വെച്ചിട്ട് ഒരു പ്രകടനം നടത്താനും ജനങ്ങളുടെ ഇടയിൽ മറ്റേനെ യഥാർത്ഥ വിഷയത്തിനെ മറന്നു കളയാനും അതിനെ തേച്ച് കളയാനും പറ്റും ഈ രണ്ടടി കിട്ടിയാൽ. അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ആലോചിക്കുന്നത് ഈ സ്വകാര്യ സർവകലാശാലയ്ക്ക് ഈ മന്ത്രിസഭ അംഗീകാരം നൽകിയെന്ന് കേട്ടപ്പോൾ 2016 ജനുവരി 29 ഒരു വലിയൊരു മഹാന്റെ ചവിട്ടത്തൊരു അടി വീണ ഒരു ടി പി ശ്രീനിവാസൻ ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന്റെ ആ യോഗത്തില് അദ്ദേഹം വലിയൊരു രാജ്യത്തിന്റെ അംബാസഡറൊക്കെ ആയിരുന്നു. അപ്പൊ അടി കൊടുത്തപ്പോൾ അന്ന് പാർട്ടിയുടെ നേതാവൊക്കെ ആയിരുന്ന ഇന്നത്തെ മുഖ്യമന്ത്രിയായ മഹാൻ പറഞ്ഞ എന്താണെന്ന് അറിയാമോ? അയാളൊരു വിദ്യാഭ്യാസ വിചക്ഷണമൊന്നുമല്ല, അയാൾ വെറും ഒരു നയതന്ത്രജ്ഞനാണ്. അതുകൊണ്ട് അയാൾക്ക് അടിയിട്ടിൽ വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ സത്യം ആ വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്. ഞാനിപ്പോൾ അത് പഴയ വാർത്തകളൊക്കെ ഞാൻ ഒന്ന് പരതുകയായിരുന്നു. ഇങ്ങനെ ഈ പിന്നെ സ്വകാര്യ സർവകലാശാലയ്ക്ക് അനുവാദം മന്ത്രിസഭ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലിരുന്ന മന്ത്രിസഭ അനുവാദം കൊടുത്തു എന്ന് ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രിയുടെ അന്നത്തെ ചില പ്രസ്താവനകൾ എന്തൊക്കെയാണ്, ഈ TPയെ മർദ്ദിച്ചത് ഇയാൾ എന്താണ് അഭിപ്രായം പറഞ്ഞതെന്ന് ഞാൻ അന്വേഷിച്ചപ്പോഴാണ് കിട്ടിയത്. അയാൾ വിദ്യാഭ്യാസ വിചക്ഷണമൊന്നുമല്ല, വെറും ഒരു നയതന്ത്രജ്ഞനാണ്. ഇയാൾക്ക് എന്ത് യോഗ്യതയാണുള്ളത്? അല്ല, അപ്പോൾ ഒന്ന് പറഞ്ഞ പാർട്ടി സെക്രട്ടറി ആയിട്ട് ഇയാൾ ഒരു 10-15 വർഷം ഇരുന്നു. ആ പാർട്ടിയെ ഇയാളൊരു നാശിപ്പിച്ച് നാറാണക്കല്ല് കൊണ്ട് ഇയാൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി. അല്ലെ എന്ന് സുമേഷല്ലേ പറയുന്നത്? പക്ഷെ അവര് പറയുന്നില്ലല്ലോ, പാർട്ടി അയാളെ ഞങ്ങളുടെ എല്ലാമാണ്, ഞങ്ങളുടെ ഐക്യനാണ്, ഞങ്ങളെ കാരണഭൂതനാണ്, ലോകം മുഴുവൻ കമ്മ്യൂണിസ്റ്റ് നിൽക്കുന്നതിന് കാരണഭൂതനാണെന്നല്ലേ അവര് പറയുന്നത്. ശരി, ഞാൻ പറഞ്ഞോട്ടെ. ഞാൻ ഇപ്പോ ഇത് ഈ ഒരു ഘട്ടത്തിൽ പറയാമോ എന്നറിയില്ല, കാരണം ഈ വിഷയവുമായി ബന്ധപ്പെടുന്ന ഒരു വിഷയമല്ലെങ്കിൽ പോലും ഞാൻ പറയാണ്. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അവർ ഞാനുമായിട്ടൊരു 6-7 വർഷത്തെ സൗഹൃദമുള്ളൊരു സ്ത്രീയാണ്. അവർ കണ്ണൂരുകാരാണ്. ഹസ്ബൻഡ് ഇവിടെ പാർട്ടിയുടെ ചുമതല വഹിച്ചിരുന്ന ആളാണ്. ഒടുവിൽ പാർട്ടിക്ക് വേണ്ടി അദ്ദേഹം ഒരു നല്ല കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ട് അദ്ദേഹത്തിന് കടം കയറി അദ്ദേഹം ഗൾഫിൽ പോയി നല്ല രീതിയിലായി. ഇവർ ഫാമിലിയായിട്ട് അവിടെ പോയ സമയത്തും കോടിയേരി ബാലകൃഷ്ണനും ഭാര്യയും കൂടെ പാൻറ്റും വലിച്ചേറ്റി നേരെ അവിടെ ചെല്ലുന്ന ഫോട്ടോ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് മുമ്പ്. അവിടെ ചെന്ന് കൈരളിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പണം പിരിക്കുകയാണ്. കൈരളി തുടങ്ങിയ സമയത്തല്ല, അതിന് ശേഷം പിരിക്കുകയാണ്. 25 ലക്ഷം രൂപയാണ് ചോദിച്ചത്. അവസാനം 10 ലക്ഷം രൂപ വരെ എന്തോ കൊടുത്തു. അവരെ വീട്ടിൽ ചെന്ന് മൂക്കുമുട്ട തട്ടി മറ്റേ കോടിയേരിയും കൊണ്ടുപോയി. അവിടെ ഇവർക്ക് ആൾക്കാരുണ്ട്, എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും ഇവർക്ക് ആൾക്കാരുണ്ട്, ഈ പാർട്ടി പ്രവർത്തനത്തിന് വേണ്ടിയുണ്ട്. ആ കമ്മി കൊണ്ടുപോയി അതൊക്കെ പോട്ടെ. അപ്പോൾ ഞാനിവർ തമ്മിൽ ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് സൗഹൃദമില്ല. കാരണം ഞാൻ ഈ CPM-നെയും പിണറായി വിജയനെയും വിമർശിക്കുന്നത് അവർക്ക് സഹിക്കാവുന്നതിനും അപ്പുറമാണ്, സഹിക്കാൻ പറ്റില്ല. അപ്പോൾ അവർ എൻ്റെ അടുത്ത് സംസാരിക്കാറില്ല. എനിക്ക് അല്ലെങ്കിലും വലിയ അടുപ്പമൊന്നുമില്ല. നല്ലൊരു ബഹുമാനമുള്ളൊരു സൗഹൃദമാണ്. അപ്പോൾ ഞാനും നമ്മളും തന്നെ തിരുത്താൻ പോകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ കഴിഞ്ഞ 2 ദിവസം മുമ്പ് അവർ വിളിക്കുകയാണ്. അപ്പം ഒരു 5 വർഷത്തിന് ശേഷമാണ് ഈ സംഭവം. 4-5 വർഷത്തിന് ശേഷം കഴിഞ്ഞ ദിവസം വിളിച്ചു. ചേട്ടാ, നിങ്ങളുടെ ന്യൂസുകളെല്ലാം കാണാറുണ്ട്, വളരെ സന്തോഷം. ഞാനിപ്പം മാറ്റി ചിന്തിക്കുകയാണ്. ഞാൻ അവിടെ കണ്ണൂരിലെ പാർട്ടി ജില്ലാ സമ്മേളനത്തിനാണ് തോന്നുന്നു, ഇവരുടെ
ഇവരോട് കാശ് ചോദിച്ചു. ഇവരുടെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വീട് പണി നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ എലി പത്തായത്തിന് നെല്ലുണ്ടെങ്കിൽ എലി മൂന്നാറിൽ നിന്നും വരും എന്ന് പറഞ്ഞതുപോലെ അവിടെ ചെന്നു. വീട് പണിയുടെ പൈസ കുറച്ച് ഇവിടെ എടുത്ത് മറിക്കാൻ വേണ്ടി കൊടുക്കുക. അവർ 10 പൈസ തരില്ല, അവർക്ക് അറിയാമല്ലോ. അവസാനം 25,000, ഞങ്ങൾ 1,00,000 രൂപ 4 പേര് 25,000 വെച്ച് 1,00,000 രൂപ ഇവിടെ പിരിക്കുന്നുള്ളൂ. അപ്പോൾ ഇവർക്ക് അറിയാമല്ലോ കാര്യം. അവർ പറഞ്ഞു നിങ്ങൾ പിരിച്ചോ, 25,000 പറ്റൂല. അവസാനം ലേലം പിടിച്ച് 2,000 രൂപ തരും, മനസ്സുണ്ടെങ്കിൽ എടുത്തുകൊണ്ട് പോക്കോ. അവസാനം 2,000 രൂപ വാങ്ങിച്ചുകൊണ്ട് പോകേണ്ടത്. ഞാൻ പറഞ്ഞു വന്നതെന്ന് അറിയാമോ, അവർക്ക് ഈ കണ്ണൂരിലുള്ള ഇത്തരക്കാരൊക്കെ അവരൊക്കെ ഈ പ്രസ്ഥാനത്തെയും ചെങ്കൊടിയെയും നെഞ്ചിലേറ്റി പിടിച്ചവരാണ്. അവർ പോലും മാറ്റി ചിന്തിച്ചു എന്ന് പറയുമ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ വായിട്ടലയ്ക്കുന്നതിനും കേസ് പറയുന്നതിനും ഈ കടം വാങ്ങിച്ച് ഇങ്ങനെ ആൾക്കാരുടെ മുമ്പിൽ തെണ്ടി നടക്കുന്നതിനുമൊക്കെ ഒരു ഫലം ഉണ്ടാവും എന്നുള്ളതാണ്. ഈ പറയുന്ന പിണറായി വിജയനോടോ ഈ മുഷിഞ്ഞ പാണ്ഡക്കെട്ടിനോട്, അതായത് കമ്മ്യൂണിസത്തോടൊന്നും എനിക്ക് യാതൊരു വിരോധവുമില്ല. പക്ഷേ ഞാൻ ചോദിച്ചാൽ അവർ നല്ലത് എന്തെങ്കിലും ചെയ്യട്ടെ, പറയാം. ഈ പിണറായി വിജയൻ ചെയ്ത എന്തെങ്കിലും ഒരു നല്ല പിന്നെ എന്താണ് ഹെലികോപ്റ്റർ എടുത്ത് വാടകയ്ക്ക് ഇട്ടേക്കുന്നു 85 ലക്ഷം രൂപ, നല്ല കാര്യം. കാരണം നമുക്കൊരു അന്തസ്സുണ്ടല്ലോ, ഒരു നമ്മുടെ മുഖ്യമന്ത്രി ഹെലികോപ്റ്റർ എടുത്തിട്ടേക്കുന്നതിന്. ഒരു 25 ലക്ഷം രൂപ എടുത്ത് ലിഫ്റ്റ് വെച്ചു, നല്ല കാര്യമല്ലേ. നമ്മുടെ മുഖ്യമന്ത്രി ഔദ്യോഗിക 2ാമത്തെ നിലയിൽ കയറാൻ ലിഫ്റ്റ് ഉണ്ട്. ഇങ്ങനെയൊക്കെ അഭിമാനിക്കാമോ? എന്തെങ്കിലും ഞാൻ ഈ അന്തം കമ്മികൾ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ അടുത്ത് ചോദിക്കുകയാണ്, പിണറായി വിജയനോ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് നേതാക്കളോ, ഈ ആനത്തലവട്ടം ആനന്ദനൊക്കെ മരിച്ചുപോയാണ്, പക്ഷേ എന്തുമാത്രം അദ്ദേഹമൊക്കെ എത്ര പിന്നെ തൊഴിൽ സ്ഥാപനങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ആളാണ്. അതിന് ഞാൻ പറയുന്നതല്ല, ഈ 1ാം വാർഷികത്തിന് ഞാനത് ആലോചിക്കുമ്പോൾ എനിക്ക് ശരിയായി. അദ്ദേഹത്തിൻ്റെ 1ാം ചരമവാർഷികത്തിന് ഈ പലരും ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ഇട്ടപ്പോൾ ഞാൻ പറയുന്നതല്ല, ഞാൻ ഇട്ടതുമല്ല. നിങ്ങൾ ചെന്നിട്ട് അതിൻ്റെ അടിയിൽ ഒന്ന് കമൻറ്റുകൾ നോക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. കാരണം മരണശേഷവും ഒരു മനുഷ്യനെ ജനങ്ങൾ എങ്ങനെ കാണുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. അതേസമയം ഉമ്മൻചാണ്ടിയുടെ കാര്യം എടുത്തു നോക്കൂ. ഉമ്മൻചാണ്ടി ആവട്ടെ അല്ലെങ്കിൽ മറ്റേതൊരു രാഷ്ട്രീയ നേതാവോ ആയിക്കോട്ടെ, കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ, പിന്നെ കോടിയേരി ബാലകൃഷ്ണൻ വേറൊരു രീതിയാണ്, കാരണം അദ്ദേഹത്തെക്കുറിച്ച് അധികം അങ്ങനെയൊന്നുമില്ല. അപ്പം കമ്മ്യൂണിസ്റ്റ് ഈ കണ്ണൂരുള്ള ഇത്തരം തീവ്രമായ കമ്മ്യൂണിസ്റ്റ് നിലപാടുള്ള ആൾക്കാർ പോലും മാറ്റി ചിന്തിച്ച് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമുക്ക് ഇത്രയും വയസ്സൊക്കെ ഇനിയിപ്പം നമുക്ക് വേറെ ഒന്നും നോക്കാനില്ല. പക്ഷേ ഇവിടെ ഒരു തലമുറയുണ്ട്. സംസ്കാരം നശിപ്പിച്ചു. സംസ്കാരം എന്ന് പറഞ്ഞാൽ ഇന്നിപ്പം നമ്മൾ സംസ്കാരം എന്ന് പറയുമ്പോൾ അവർ നവോത്ഥാനം എന്ന് പറയും. അപ്പോൾ അതാണ് ഇവിടുത്തെ അവസ്ഥ. അവർക്ക് വേണ്ടത് തലയ്ക്ക് വെളിവും വെള്ളിയാഴ്ചയും ഒന്നുമില്ലാത്ത ഇങ്ങനെ കറങ്ങി നടന്ന് പുകയൂതി കറങ്ങി കിടക്കുന്ന ഒരു തലമുറയാണ്. അവർ വിജയിച്ചു വരുന്നുമുണ്ട്. ഇപ്പോൾ തന്നെ എന്താണ്, നൈറ്റ് ലൈഫിന് വേണ്ടി 10 കോടി രൂപയാണ്. ഇവിടെ നിക്കറിന് മറ്റേ ബട്ടൺ വാങ്ങിക്കാൻ പൈസയില്ല. ആ സമയത്ത് പോയിട്ട് നൈറ്റ് ലൈഫിന് 10 കോടി രൂപ ബഡ്ജറ്റിൽ മാറ്റി വെച്ചിരിക്കണം. നിക്കറിങ്ങനെ വലിച്ചു കയറ്റിയാണ് നടക്കുന്നത്. എന്ന് വെച്ചാൽ ഹൂക്ക് വാങ്ങിക്കാൻ പൈസയില്ല. പക്ഷേ ചുമ്മയല്ലേ ഈ ബഡ്ജറ്റിൽ പറയുന്ന എല്ലാം ഇവിടെ നടപ്പിലായിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഞങ്ങൾ പുരോഗമനവാദികളാണ്, ഞങ്ങൾ ബുദ്ധിജീവികളാണ് എന്ന് കാണിക്കണ്ടേ? അപ്പൊ ഇതല്ലേ ഞങ്ങൾ ബുദ്ധിജീവിസം ഉണ്ടാവൂലേ? ചേട്ടൻ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? പിന്നെ അത് ദൈവത്തിനെ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ല. അതുപോലെ തന്നെയാണ് ഇത് ഇവിടെ ഉണ്ട് സാധനം, മനസ്സിലായ? അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, TP ശ്രീനിവാസൻ എന്ന ഒരു നയതന്ത്രജ്ഞനെ അല്ലെങ്കിൽ ഒരു ഉന്നത വിദ്യാഭ്യാസ കൗൺസിലറായിരുന്നു അദ്ദേഹത്തെ കോവളത്തെ ഹോട്ടലിൽ വെച്ച് അദ്ദേഹമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്, കാരണം അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി അബ്ദുറബ്ബാണ്, ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലല്ലേ അബ്ദുറബ്ബാണ്. അബ്ദുറബ്ബ് അവിടെ പരിപാടിക്ക് വരുമെന്ന് കണ്ടറിഞ്ഞുകൊണ്ടാണ് ഈ ഉമ്മൻചാണ്ടി വരേണ്ടതായിരുന്നു. പിന്നെ ഇന്ന് അദ്ദേഹം വരുന്നെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ SFIക്കാരന്മാർ അവിടെ കാത്തു നിന്നത്. പക്ഷെ ആ പ്രതിഷേധം നടക്കുന്നത് അറിഞ്ഞുകൊണ്ട് TP ശ്രീനിവാസൻ വാഹനം നിർത്തിയതിനു ശേഷം നടന്നു പോകുന്നതിനിടയിലാണ് ഒരുത്തൻ വന്നിട്ട് അവനെ ഉണ്ടാക്കിയ, പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ അവനെ ഉണ്ടാക്കിയ തന്തയും തള്ളയും ഇത് കണ്ടോണ്ടിരിക്കണമെങ്കിൽ ഒന്നും പറയുന്നില്ല, അതിനെക്കുറിച്ചൊന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല. ചേട്ടാ അത് പറഞ്ഞു, അദ്ദേഹത്തിന്റെ മുഖത്തടിച്ചു. ആ മനുഷ്യൻ താഴെ വീണ് കിടക്കുന്ന ചിത്രം ഇന്നും ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ ആ മനുഷ്യൻ അടികൊണ്ട് തറയിൽ കിടക്കുന്ന ഒരു ചിത്രം. ആ അവന്മാരാണ് ഇന്നിപ്പോ സ്വകാര്യ സർവകലാശാലകളെ കേരളത്തിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത്. ഇത് മാത്രമല്ലെന്നേ, ഇവിടെ ടോളിനെ അവന്മാരെ എതിർത്തു. ഇന്നിതാ ഇപ്പൊ ടോൾ പിരിക്കാൻ പോവാണ്. GST എതിർത്തു. ഓരോ എളുപ്പമില്ലാതെ GST എന്നിട്ട് ഇപ്പം GSTയുടെ വിഹിതം വാങ്ങും കേന്ദ്രത്തിൽ നിന്ന്. ട്രാക്ടറിനെ എതിർത്തു. ട്രാക്ടർ കത്തിക്കുക വരെ ചെയ്തു. എന്നിട്ട് എന്തായി? പിന്നെ കമ്പ്യൂട്ടറിനെ എതിർത്തു. തൊഴിൽ തിന്നുന്ന ബഗൻ. ഇന്ന് കമ്പ്യൂട്ടറിനെ എതിർക്കാൻ നേതൃത്വം നൽകിയ പിണറായി വിജയന്റെ മകൾക്ക് IT കമ്പനിയുണ്ട്. ഇവന്മാരുടെ എല്ലാം കഷത്തിരിക്കുന്നത് iPad. അപ്പൊ എന്തിനേയും ഏതിനേയും എതിർക്കുക എന്നുള്ളതാണ്.
പക്ഷേ ഇത് എന്തോന്ന് അതാണ് ഞാൻ പറഞ്ഞില്ലേ പിന്നെ സുമേഷ്, ഇവരുടെ തലച്ചോറിൽ ഈ പ്രത്യയശാസ്ത്രം എന്തോ വല്ലാത്ത ഒരു ഇതായിട്ട് പുറ്റ് പിടിച്ചിരിപ്പുണ്ട്. ഇപ്പോൾ ഇവരെ ഇപ്പം നമ്മൾ മാറുമ്പോൾ ഇപ്പോഴും പുറ്റ് മാറാതെ കിടക്കുന്ന കുറേ പേരുണ്ട്. അത് പിന്നീട് പറയാം. എന്തായാലും ഈ ഒറ്റ നീ പിന്നെ സുമേഷ് പറഞ്ഞല്ലോ, ഒരാൾ ഈ ടി.പി. ശ്രീനിവാസന്റെ ചെകിട്ടത്തടിച്ച ഒരു SFI കാരനുണ്ടല്ലോ. ഇന്ന് അയാൾ SFI കാരനായിരിക്കില്ല, ഇന്നാണ് വലിയ മുതിർന്ന ആളായിരിക്കും. പക്ഷെ അയാളെ കുറിച്ച് പറയുമ്പോൾ അന്ന് SFI കാരനായിരുന്ന അയാളിന് അവൻ തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ പോയി ചാകണം. അല്ലല്ലോ, അങ്ങനെ ഇപ്പൊ ഈ മന്ത്രിസഭ, എന്റെ നേതാവ് മുഖ്യമന്ത്രിയായിരിക്കുന്ന മന്ത്രിസഭ ഈ സ്വകാര്യ സർവകലാശാലയ്ക്ക് അനുവാദം കൊടുത്തു എന്ന് കേൾക്കുമ്പോൾ ആ നിമിഷം പോയി അവൻ പോയി ചാവണം. അവിടെ ഒരു കാര്യം ചാവണമെന്ന് ഒരാളുടെ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചുകൂടെ? അവിടെ കേസെടുക്കാം. ഒരാളുടെ ആത്മഹത്യ നാളെ അവൻ പോയി ചത്തിട്ട് പറയും ഞാൻ TV-യിൽ. അതവിടെ നിൽക്കട്ടെ, കാരണം അങ്ങനെയൊന്നും പറയാൻ വഴിയില്ല. ഇവിടെ നമ്മളിപ്പം ഈ എന്താണ് കാണ്ടാമൃഗത്തിന് എന്തെല്ലാം പറയുന്നത്, അത് പോയി നമുക്ക് ചാവുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയൊന്നും പേടിക്കണ്ട. ഒരു കാര്യമുണ്ട്, ഈ സ്വകാര്യ സർവകലാശാല നമ്മുടെ നാട്ടിൽ വളരെ നേരത്തെ വരേണ്ടതായിരുന്നു. അത് വരേണ്ട സംഭവമാണ്, അത് നമ്മൾ എതിർക്കണമെന്നില്ല. സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിൽ ഓരോ ലോകം മാറുന്നതനുസരിച്ച്, നാട് മാറുന്നതനുസരിച്ച് നമ്മളെ നാട് മാറേണ്ടതാണ്. പക്ഷേ ഇവരാണ്, ഈ പ്രത്യേകിച്ച് CPM ആണ്, ഒരു ഇലക്ട്രിക് ലൈൻ പിടിച്ചാൽ പോലും അവിടെ കൊണ്ടുവന്ന് എതിർത്ത് അവിടെയുള്ള കുറെ ആൾക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങളെയും ബാക്കി പാർട്ടി ജനങ്ങളെയും പെണ്ണുങ്ങളെയും എല്ലാം അവിടെ വിളിച്ചിറക്കിക്കൊണ്ടുവന്ന് ചെങ്കോടിയും കൊണ്ട് ഇതിലെ കൂടെ ഇലക്ട്രിക് ലൈൻ പാടാൻ പാടില്ല, പോസ്റ്റ് ഇവിടെ ഇടാൻ പാടില്ല, ഈ പോസ്റ്റ് അവിടെ ഇടണം, ഇവിടെ ഇടാൻ പാടില്ല, ഇത് ഞങ്ങളുടെ സ്ഥലമാണെന്നൊക്കെ പറഞ്ഞ് സമരം ചെയ്ത ഒരു കാലഘട്ടമുണ്ട്. ഇപ്പോഴും അവരങ്ങനെ അതിൽ നിന്ന് മാറിയിട്ടില്ല. അപ്പോൾ അവർ മാറില്ല എന്നുള്ളതാണ്. അങ്ങനെ മാറാൻ പറ്റില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, തലച്ചോറിൽ ഇങ്ങനെ പുറ്റ് പിടിച്ചിരിക്കുന്നതുകൊണ്ട് അത് കുറച്ച് അലിഞ്ഞിറങ്ങി പോകാൻ വലിയ പാടായിരിക്കും. അതുകൊണ്ടാണ് എൻ്റെ തലയിൽ നിന്നൊക്കെ അത് വളരെ വളരെ പാടുപെട്ട് കഷ്ടപ്പെട്ട് നമ്മൾ പറയുമ്പോൾ ബുദ്ധിമുട്ടിച്ചാണ് ഞാൻ അതിനെ അലിയിച്ച് പരിപൂർണമായിട്ട് എൻ്റെ തലച്ചോറിൽ നിന്നെടുത്ത് കളഞ്ഞതാണ്. അത് അപ്പോഴാണ് എനിക്ക് ഈ എല്ലാം കാണാൻ പറ്റുന്നത്. അതുവരെ എനിക്കൊന്നും കാണാൻ നോക്കൂലായിരുന്നു. എനിക്ക് കാണാൻ പറ്റുന്ന ചില കാര്യങ്ങൾ മാത്രമേ കാണാൻ പറ്റുള്ളായിരുന്നു. ഈ കോർപ്പറേറ്റ് എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ ഒരു പറഞ്ഞു, കോർപ്പറേറ്റുകൾക്കെതിരെയായിട്ട് ഇപ്പോഴും ചില സഹകൾ പറയുന്നുണ്ട് കോർപ്പറേറ്റുകൾക്കെതിരെ. ഈ കോർപ്പറേറ്റുകൾക്കെതിരെ എന്ന് പറയുമ്പോഴും കോർപ്പറേറ്റുകളെ താലോലിക്കുകയും അവരെ വിളിച്ചുകൊണ്ട് വരികയും അവർക്ക് വേണ്ടി എല്ലാ സൗകര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തിന് ഏതിന് ഓരുമല്ല. ഇത് ഒന്ന്, അവരെ പാർട്ടി മാറി, ഇപ്പം ചുവപ്പ് മാത്രമേ ഉള്ളൂ നിറം. കമ്മ്യൂണിസം എന്ന് പറയുന്നത് ചുവപ്പ് കൊടി മാത്രമേ ഉള്ളൂ. അതിനകത്ത് രണ്ട് കാര്യത്തിന് മാത്രമേ അത് ഉപയോഗിക്കൂ. പക്ഷെ എന്തോ ആയിക്കോട്ടെ, പക്ഷെ അത് സുമേഷിന്റെ ഒരു സ്റ്റൈലില്. പക്ഷെ ഞാൻ പറയുന്ന ആ ചുവപ്പ് അവര് കൊണ്ട് നടന്നു, ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് പറയരുത്. നിങ്ങൾ ചുവന്ന കൊടി ഉപയോഗിച്ചു പക്ഷേ കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് പറയണം. നിങ്ങൾ പറയുന്ന പ്രത്യയശാസ്ത്രത്തിന്റെ യാതൊന്നും തന്നെ അവർ ഉപയോഗിച്ചിട്ടില്ല. ADM വായ്പ പാടില്ല, ലോകബാങ്ക് വായ്പ പാടില്ല. അതിനെതിരെ ഇവിടെ സെക്രട്ടേറിയറ്റിന്റെ മുന്നിലേക്ക് നിരവധി സമരങ്ങൾ നടന്നതും, പിന്നെ ഒരു സിന്ധു ജോയി എന്നുള്ള പെൺകുട്ടിയുടെ തൊടയിൽ പിന്നെ ടിയർ ഗ്യാസ് വന്ന് കയറി പൊട്ടി ചോര ഒലിക്കുന്നതൊക്കെ ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഞാനും കണ്ടിട്ടുണ്ട്. ഈ ADBക്ക് എതിരായിട്ട് സമരം നടത്തിയതാണ്. അവരൊക്കെ തിരിച്ചറിഞ്ഞ് രക്ഷപ്പെട്ടു. അതെ, അപ്പൊ ആ ഒരു കാലഘട്ടമാണ്. അപ്പൊ ഇതവർ ഇപ്പൊ പറയുന്നത് പറയാം, അത് ഞങ്ങൾ അന്ന് ചെയ്തു, ഇന്ന് ഞങ്ങൾക്ക് ഒരു ഉളുപ്പില്ല പറയാം, ഞങ്ങൾക്ക് അത് ഞങ്ങൾ അങ്ങനെ ചെയ്തു, ഇന്ന് ഞങ്ങൾക്ക് അത് മാറ്റാം. നേരത്തെ ഞാൻ പറഞ്ഞു തന്നൊരു കാര്യം പറയാം. അതായത് ചേട്ടൻ പറഞ്ഞല്ലോ, ഈ അന്ന് TP ശ്രീനിവാസനെ അടിച്ചവൻ ആത്മഹത്യ ചാവൻ പറഞ്ഞല്ലോ. ആ ചാവൻ പറഞ്ഞ ഇപ്പൊ അല്ല, ഉളുപ്പിന്റെ കാര്യത്തിൽ ഉളുപ്പിന് നാണക്കേട് കൊണ്ടാണല്ലോ അങ്ങനെ വരുന്നത്. ഈ നാണക്കേടിന്റെ കാര്യത്തിൽ, അതായത് ഇത്തരം കാര്യങ്ങളിൽ നിലപാട് മാറ്റേണ്ടി വരുമ്പോൾ നാണക്കേട് തോന്നി ആത്മഹത്യ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നാൽ ഈ CPM എന്ന് പറയുന്ന പാർട്ടിയിൽ ആള് കാണൂല. കാരണം യുവന്മാർ എല്ലാം ഒരേപോലെ അല്ലേ? യുവന്മാർക്ക് നിലപാടുണ്ടോ? യുവന്മാർക്ക് ഉറച്ചൊരു തീരുമാനമുണ്ടോ? യുവന്മാർക്ക് ആകെ ഉള്ളത് ഊച്ചാളിത്തരം. അത് മാത്രം പച്ചയ്ക്ക് പറഞ്ഞ ഊച്ചാളിത്തരം. ഇത്രയും കാര്യം ഇപ്പം 2016 2016 അന്ന് 6 സർവകലാശാലയിൽ നിന്നുള്ള വൈസ് ചാൻസലർമാരും അതിന്റെ പ്രതിനിധികളും അവിടെ വന്നു, കോവളത്ത് വന്നു. അവരപ്പം ഇറങ്ങി ഓടി. കാരണം നിങ്ങൾക്ക് ഇതാണ് സംഭവം. ശ്രീനിവാസൻ സാറിന്റെ പറഞ്ഞതാണ്, അദ്ദേഹം ഇപ്പോൾ പറഞ്ഞതാണ്. നിങ്ങൾ ഈ കേരളത്തിലുള്ള നിങ്ങൾ ഇത്രയും വലിയൊരു പിന്നെ അംബാസഡറായിരുന്നു, രാജ്യത്തിന്റെ അംബാസഡറായിരുന്നു, ഇത്രയും നല്ലൊരു വിദ്യാഭ്യാസ വിവരമുള്ള നല്ല അറിവുള്ള ആള്, നിങ്ങളെ റോഡിലിട്ട് തല്ലിയാണ് ഇവിടെ ഞങ്ങൾ എങ്ങനെയാണ് ഞങ്ങൾ എങ്ങനെ ഇങ്ങോട്ട് വരും, ഞങ്ങൾക്ക് വയ്യ, ഞങ്ങളിവിടെ സർവകലാശാല നടത്തണമെന്ന് പറഞ്ഞു, ഞങ്ങൾ പോകണമെന്ന് പറഞ്ഞ് അവർ പോയി. നോക്കണം, ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സർവകലാശാല ആൾക്കാരാണ് ഇവിടെ വന്നത്. അന്ന് സൗകര്യം ഒരുക്കിയിരുന്നുവെങ്കിൽ ഏതിന് സീ പ്ലെയിൻ എതിരായിട്ട് പിന്നെ സമരം ചെയ്ത് ഉള്ള വള്ളങ്ങൾ മുഴുവനും വെള്ളത്തിൽ കൊണ്ടിട്ട് പിന്നെ സമരം ചെയ്തവരാണ്. ഇപ്പൊ എന്താണ് സീ പ്ലെയിൻ കൊണ്ടുവന്നിട്ട് ഇവിടെ ഏതാണ് നമ്മൾ നുള്ളി പറഞ്ഞു. ഇവിടെ കേരളത്തിൽ ഇവർ എതിർത്തിട്ടുള്ള ഏത് വിഷയമാണ് അവർ സമരം ചെയ്തിട്ടുള്ള പാവങ്ങളെ? പിന്നെ പുഷ്പനെ അറിയാമല്ലോ,
നമ്മുടെ പുഷ്പനം അറിയാലോ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. നമ്മളിപ്പോൾ ഒരു പാവം ഒരു 10-25 വർഷം ഒറ്റ കിടപ്പിൽ കിടന്ന ഒരു വ്യക്തിയാണ്. സത്യം പറഞ്ഞാൽ അയാളെ നമുക്ക് അധിക്ഷേപിക്കാൻ പാടില്ല. നമുക്ക് ദൈവകോപം കിട്ടും അങ്ങനെ അധിക്ഷേപിച്ചാൽ. കാരണം പക്ഷെ എങ്കിൽ പോലും എന്തിനാണ് ആ ചെറുപ്പക്കാരൻ തന്റെ ജീവിതം കളഞ്ഞത്? 10-25 വേറെ കാര്യമുണ്ട് അദ്ദേഹത്തിന്. എന്നിട്ട് സ്വകാര്യ കോളേജുകൾക്ക് അവർ അനുവാദം കൊടുത്തില്ലേ? ഈ പിന്നെ എല്ലാം ചെയ്തില്ലേ? എന്നിട്ട് ഇപ്പോഴും കൂത്തുപറമ്പ് ദേവനെ ആഘോഷിക്കുന്നുള്ളതാണ് എന്നെ അതിശയിപ്പിക്കുന്നത്. ചിരിച്ചു പോകും. നമ്മളൊരിക്കൽ ഞാൻ കൂത്തുപറമ്പ് ഡേ ആഘോഷിക്കുന്നു. അത് ഭയങ്കര ആവേശത്തിൽ ആഘോഷിക്കേണ്ടി. ചേട്ടാ പിരിക്കാനുള്ള ഒരു അവസരം ഞങ്ങൾ പാഴാക്കില്ല. എനിക്കത് മനസ്സിലാവില്ല എങ്ങനെയാണ് ഇതിനെ ആഘോഷിക്കുന്നത്. ഇത്രയും സ്വാശ്രയ കോളേജുകൾ കേരളത്തിലെമ്പാടും നടത്തി, സ്വന്തം മക്കളെ സ്വാശ്രയ കോളേജിൽ കൊണ്ടുവന്ന് റെക്കമെൻഡ് നടത്തി സ്വാശ്രയ കോളേജിൽ അഡ്മിഷൻ വാങ്ങിച്ചു കൊടുത്തു, മക്കളെ വിദേശത്ത് പഠിച്ച് സ്വാശ്രയ കോളേജിൽ പഠിപ്പിക്കുന്നു. ഇതെല്ലാം യാഥാർത്ഥ്യമായിട്ട് ഒരു വലിയ ബിംബമായിട്ട് മുന്നിൽ നിൽക്കുമ്പോൾ ഈ DYFIക്കാരുടെ ഈ മണ്ട ഗുണാപ്പന്മാരൊക്കെ ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി. ഇതിനെല്ലാം നേതൃത്വം നൽകുക ഈ പ്രസ്ഥാനത്തെ തകർത്ത് തരിപ്പണമാക്കുകയും ചെയ്ത് പിണറായി വിജയൻ എന്നൊരു മഹാനാണ്. അയാളുടെ മക്കൾ പഠിച്ചത് എവിടെയാണ്? സ്വാശ്രയ കോളേജിന്റെ സമരം 2000 ഇവിടെ നടക്കുമ്പോൾ SFI പിള്ളേർ ഇവിടുത്തെ സ്വാശ്രയ കോളേജുകൾ തല്ലി തകർക്കുമ്പോൾ അയാൾ ബെർലിൻ കുഞ്ഞനന്ദൻ നായരെ കൊണ്ട് ലീലാകൃഷ്ണൻ നായരോട് ശുപാർശ ചെയ്യിപ്പിച്ച് ലീലാകൃഷ്ണൻ നായർ ആണ് കോയമ്പത്തൂരിലെ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ വീണ മുഹമ്മദ് റിയാസിന് ഇപ്പോഴത്തെ വീണ തൈക്കണ്ടിക്ക് അഡ്മിഷൻ വാങ്ങിച്ചു കൊടുക്കുന്നു. ആലോചിച്ച് നോക്കൂ, മറ്റുള്ളവരുടെ മക്കളെ തല്ലാനും കൊല്ലാനും പറഞ്ഞു വിട്ടിട്ട് സ്വന്തം മകളെ, ഇയാൾക്ക് എത്ര ധാർമ്മികതയുണ്ട് ഇയാൾക്ക്. അത് കഴിഞ്ഞിട്ട് സ്വന്തം മകനെ ബർമിംഗ്ഹാമിൽ പഠിപ്പിച്ചു. ഇതെവിടുന്ന്? മുണ്ടയിൽ തറവാട്ടിൽ നിന്നുണ്ടെന്നോ ആണോ? മുണ്ടയിൽ തറവാട്ടിൽ നിന്നുണ്ടെന്നാണോ ഈ മോനെ വിട്ട് പഠിപ്പിച്ചത്? അത് ഈ ജനശക്തിയുടെ പിന്നെ പത്രാധിപർ, അതായത് ദേശാഭിമാനിയുടെ മുൻ അസോസിയേറ്റ് എഡിറ്റർ ഈ ശക്തിധരനോട് ചോദിച്ചു. അദ്ദേഹത്തിന്റെ കുറിപ്പുകളിലുണ്ട്, ഫേസ്ബുക്കിൽ കുറിപ്പുകളിലുണ്ട്, എങ്ങനെയാണ് മോൻ അവിടെ പഠിച്ചതെന്നുള്ള കാര്യവും മോന്റെ മാർക്കും മോന്റെ സാമർഥ്യവും ഒക്കെ ഉണ്ട് അതിൽ. അപ്പൊ ഈ പാർട്ടിയെ ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ പകൽ വെളിച്ചം പോലെ നിൽക്കുകയാണ്. എന്നിട്ട് ഈ മണ്ടൻ ഗുണാപ്പന്മാർ ഇത് മനസ്സിലാക്കണില്ലെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. പിന്നെ ഇവിടെ ഈ എന്താണ് സ്വകാര്യ കോളേജ് കൊണ്ടുവന്നപ്പോൾ അവരെന്താണ് ഈ വിസിറ്ററായിട്ട് ഇവരെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി വെക്കണമെന്ന്. എന്താണ് ചാൻസലറുടെ തീരുമാനിക്കുന്നത് അവരാണ്. പിന്നെ അത് ഇവര് CPI എതിർത്തതോടുകൂടി അതങ്ങ് മാറ്റിവെച്ചു. എന്താണെന്ന് അറിഞ്ഞൂടാ. കാരണം CPI എതിർത്താലൊന്നും മാറ്റുന്ന ഒരു കാര്യമല്ല. ഇനി ഒരു പക്ഷേ മാറ്റി വെച്ചാൽ പോലും താൽക്കാലികമായിരിക്കും. കാരണം ഇവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അവിടെയും ഇവരുടെ പിടി വേണം. അത് പിന്നെ ഒരു സ്വകാര്യ കോളേജ് സർവകലാശാല വരുമ്പോൾ എത്ര കോടി എന്നോ പറഞ്ഞല്ലോ സർക്കാരിലേക്ക് അതുണ്ടാവും. മാത്രമല്ല നമ്മുടെ കുട്ടികൾക്ക് ആത്മവിശ്വാസം വരില്ലെന്ന്. നമ്മുടെ കുട്ടികൾ വിദേശത്തുള്ള വലിയ സർവകലാശാല, പേരുകേട്ട സർവകലാശാലയിൽ പഠിക്കുന്നു, അത് നമ്മുടെ നാട്ടിൽ പഠിക്കുന്നു പറയുമ്പോൾ അതൊരു വലിയ കാര്യമല്ലേ. അവർക്ക് ആത്മവിശ്വാസമാകും, കുട്ടികൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കും, കൂടുതൽ നല്ല വിദ്യാഭ്യാസം ഉണ്ടാവും, അവർക്ക് കൂടുതൽ തൊഴിൽ കിട്ടും, അവർ ഈ വിദേശത്തോട്ട് പോകുന്നത് വേണ്ടാന്ന് വയ്ക്കും. ഇതൊക്കെ നല്ല കാര്യമാണ്. പക്ഷെ അതിനെയൊക്കെ എതിർത്ത് കേരളത്തെ ഇങ്ങനെ ഇരുണ്ട കേരളമാക്കി മാറ്റി വെറും മദ്യപാനികളുടെയും ഭാഗ്യക്കുറി മോഹികളുടെയും നാടാക്കി മാറ്റിയതിന് പ്രധാന ഉത്തരവാദി എന്ന് പറഞ്ഞാൽ ഒരേ ഒരു ഉത്തരവാദി CPM തന്നെയാണ്. ഇവിടുത്തെ നാശത്തിന്റെ എല്ലാ കാരണങ്ങളും, ഇവിടുത്തെ തൊഴിൽ സ്ഥാപനങ്ങൾ പൂട്ടിപ്പോകാൻ കാരണം, ഈ തൊഴിലുടമകളിൽ പലരും ഈ പാറൽ സാജൻ ഉൾപ്പെടെയുള്ളവർ ആത്മഹത്യ ചെയ്യാൻ കാരണം, ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖലയും ആരോഗ്യ മേഖലയും ആഭ്യന്തരവും ഉൾപ്പെടെ തകർന്ന് തരിപ്പണമായതിന്റെ കാരണം, ഇവിടുത്തെ എല്ലാത്തിന്റെയും കാരണം ഈ പറയുന്ന CPM ആണ്. ഈ നാടിനു വേണ്ടി ഇവരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ചെയ്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ. ഈ അന്തംകമ്മികള് ഈ എവിടെയെങ്കിലും ഒരുത്തൻ വിവരവും എവനെങ്കിലും ഒരുത്തൻ അവരുടെ ആസ്തി വലുതായി. ഏറ്റവും വലിയ ആസ്തിയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി കേരളത്തിലല്ല ഇന്ത്യയിലെ വേണമെങ്കിൽ പറയാം. ഏറ്റവും വലിയ ആസ്തിയുള്ള ഒരു പാർട്ടിയാണ് ഇപ്പൊ CPM. അത്ര വലിയ പണമാണ്, കോടികളുടെ. ചേട്ടാ ഇതിന് ഞാൻ ചോദിച്ചോട്ടെ, ഇവിടെ ബക്കറ്റ് കേരളം നന്നായോ? കേരളത്തിന് ആസ്തി ഉണ്ടോ? ഇല്ല. അല്ല, ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും അത്യാവശ്യ അടിയന്തര ഘട്ടങ്ങളിൽ ബക്കറ്റ് പിരിവ് നടത്തും. അതായത് കോൺഗ്രസും മറ്റ് പാർട്ടിക്കാരൊക്കെ അപൂർവമായിട്ട്, അതായത് അവർ അങ്ങനെ ഒരു അടിയന്തര ഘട്ടം വരുമ്പോൾ മാത്രമേ അവർ ബക്കറ്റ് പിരിവ് നടത്തൂ. പക്ഷെ ഇതങ്ങനെയല്ലെന്നേ. ഇത് ബക്കറ്റ് പിരിവ് ഞങ്ങൾ എന്തായാലും ഇങ്ങനെയാണ്, കക്കൂന്നറിയാം, മുക്കൂന്നറിയാം, നക്കൂന്നറിയാം. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ തന്നെ ഒരു ഉളുപ്പുമില്ലാന്നേ.
ഒരു ഉളുപ്പുമില്ലാതെ ഞാൻ പറഞ്ഞില്ല അന്ന് ചായ കുടിക്കാൻ പോയപ്പോഴത്തേക്ക് പിന്നെ ബക്കറ്റ് തൂക്കിക്കൊണ്ട് വരികയാണ് ഇവനൊന്നും പക്ഷെ മുഖത്ത് ചളിപ്പുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ മുഖത്ത് നാണക്കേടുണ്ട്. ഈ ചായ കുടിക്കാൻ നിന്ന ആൾക്കാരൊക്കെ ചെയ്തില്ലെങ്കിൽ പാർട്ടി ഇടപെടും. അപ്പൊ ഈ ചായ കുടിക്കാൻ വന്ന ആൾക്കാരൊക്കെ നിന്ന് ഇവർ നോക്കി ഇങ്ങനെ ആക്കിച്ചിരിക്കുന്നുണ്ട്. ഈ ആക്കിയുള്ള ഒരു ചിരി ഉണ്ടല്ലോ. അപ്പൊ എനിക്കാണെങ്കിൽ അങ്ങ് ചിരി അങ്ങനെ വരുന്നവന്റെ ആത്മവഞ്ചന സ്വയം ആത്മാവിനെ എനിക്കാണെങ്കിൽ ചിരി ഒന്നും വയ്യ. അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു ബക്കറ്റ് ഇങ്ങനെ തൂക്കിക്കൊണ്ട് വരുന്നുണ്ട്. ബക്കറ്റ് 4-5 കളമാരൊക്കെ ഉണ്ട്. വന്നിട്ട് നേരെ അവിടെ കൊണ്ടുവന്ന് ചായക്ക് പറഞ്ഞപ്പോൾ ഞാൻ നോക്കി ഇങ്ങനെ ചിരിച്ചു. ഞാൻ ചിരിച്ചു. എനിക്ക് ഞാൻ ചിരിക്കണ്ട, എനിക്ക് മാരെ പേടിക്കണ്ടോ. ഞാൻ ചിരിച്ചപ്പോൾ എന്ത് ചെയ്തു മാറ്റി അങ്ങനെ പറഞ്ഞു ബക്കറ്റോടെ ഈ പ്ലക്കാർഡോടെ എന്ന് പറഞ്ഞു. കാരണം പ്ലക്കാർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് ജില്ലാ കമ്മിറ്റി ഓഫീസ് മന്ദിരം സമാഹരണം അങ്ങനെ എന്താ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പ്ലക്കാർഡ് ചെറിയ ഇതാണ്, അതും ബക്കറ്റും അവിടെ വെച്ചിട്ട് ഇതൊന്നും ഞങ്ങൾ കൊണ്ടുവന്നതേ അല്ലാന്നുള്ളതെല്ലാം മാറി നിന്ന് ചായ കുടിച്ചാൽ പോയി. അപ്പം പുതിയതായിട്ട് പറഞ്ഞ ചായ കുടിക്കാൻ പറഞ്ഞ ആൾക്കാർ അറിയില്ല ഇവരുടെ നടന്ന് ലാസ്റ്റിൽ ചായയും കുടിച്ച് പൈസ കൊടുത്ത് ഒറ്റ പോക്ക്. കാരണം ആ ചായ ഞാൻ കണ്ടതാണ്. ആ ചായ അവിടെ പൈസ വെച്ചു, അവർ തരൂലെന്ന് പറഞ്ഞു. അത് വളരെ ചിലരൊക്കെ കൊടുത്തിട്ട് നീയൊക്കെ തല തെരഞ്ഞു പോകും. അല്ലല്ല, ഇത് പണ്ട് എന്തുകൊണ്ടാണ് ഈ ആർദ്രം സിനിമയിൽ ജഗതി ഉണ്ട്. എനിക്ക് അതാണ് ഓർമ്മ വരുന്നത്. പിന്നെ ജഗതിയുടെ ഗുണ്ടയാണ്. എന്താണ് പെട്ടിച്ചിറ ഡയമണ്ട്. അതേപോലെ ഈ മറ്റേ ഇതുണ്ടല്ലോ ഈ അകമൊക്കെ കാണാൻ പറ്റുന്ന ഒരു രൂപയൊക്കെ ഇട്ടുകൊണ്ടുവന്നിട്ട് പിന്നെ ഒരു ചന്തയിൽ പാവങ്ങളിരിക്കണില്ലേ. ഇപ്പോഴല്ലേ ഇതുപോലുള്ള പച്ചക്കറികളൊക്കെ വന്നത്. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനും കപ്പയൊക്കെ വെച്ച് മൺകലമൊക്കെ വെച്ച് വിൽക്കുന്ന ചന്തയാണ്. അവിടെ വന്നിട്ട് പേരിട്ടാണ്. അപ്പോൾ ഒരു തന്നെ കപ്പ കച്ചവടം നടത്തുന്നവൻ്റെ അടുത്ത് പിരിവ് ചോദിക്കുമ്പോൾ അവൻ പറയും കപ്പം ചോദിക്കുകയാണ്. അവൻ പറയും ഇപ്പോൾ എൻ്റെ ഇല്ല കൊച്ചിന് വല്ല സുഖമില്ല, കൊച്ചിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറയുമ്പോഴത്തേക്കും അവനെ വിരട്ടിയിട്ട് അവനിങ്ങനെ കുത്താൻ പോകും. എന്നിട്ട് അവൻ്റെ പണപ്പെട്ടി കയറി പിടിക്കുമ്പോൾ അവൻ കൈ കയറി പിടിക്കും. പിടിക്കുമ്പോൾ അവന്റെ കയ്യിലെ ശക്തി ഇല്ല. അവന് കിടന്ന് ഒരു വിധത്തിൽ വലിച്ചൂരിക്കൊണ്ട് കൈയൊക്കെ വലിച്ചെടുത്തിട്ട് അവിടെ നിന്നിട്ട് വെല്ലുവിളിച്ചിട്ട് അങ്ങ് പോകും. ഇത്രേ ഉള്ളൂ ഇവന്മാർ. ഞാൻ പറഞ്ഞില്ലേ, ഈ പറഞ്ഞു വന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്കൊക്കെ തോന്നുന്നു ഞങ്ങൾ എന്തുകൊണ്ടാണ് ഞാൻ നിരന്തരം ഇവരെ തന്നെ പറയുന്നതെന്ന് വെച്ചാൽ ഇതല്ല ഇവിടെ വേറെ ഏത് രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്നു ഇത്തരത്തിൽ ദ്രോഹം. സമൂഹത്തിനും നാടിനും വേണ്ടി വേറെ എന്ത് ദ്രോഹം ചെയ്യുന്നു നിങ്ങൾക്കറിയാമോ? ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ എത്രയോ കൊലപാതകങ്ങൾ. ഇന്നലെ ഇറച്ചിക്കറി കൊടുക്കാത്തതിന് മകൻ ഉമ്മയുടെ കഴുത്തറുത്തു. മെനഞ്ഞാന്ന് അമ്മയെ വെട്ടിക്കൊന്നു. പിന്നെ അതുപോലെ അച്ഛനെയും അമ്മയെയും വീടിനകത്തിട്ട് കത്തിച്ചു ഒരു മോൻ. അമ്മായി ഭാര്യയും കൂടെ കത്തിച്ചു. പക്ഷെ ഭാര്യ മരിച്ചില്ല, അമ്മായി കത്തിച്ചവനും മരിച്ചു. ഇതെല്ലാം ഈ ഒരു 4-5 ദിവസങ്ങൾക്കുള്ളിൽ വന്ന ഒരു കാര്യമാണ്. ഇതിനു മുമ്പ് കേരളത്തിൽ ഇതുപോലെ ഉണ്ടായിരുന്നോ? ഇന്ന് ആർക്കും ബോധമില്ലെന്നേ. കുടിച്ചും പെടുത്തും ഒരു വെളിവും വെള്ളിയാഴ്ചയും ഇല്ലാതെയാണ് നടക്കുന്നത്. ഈ പിന്നെ എന്താണ് കുടിച്ച് അത് വേറൊരു വശം, മദ്യപാനം വേറൊരു വശത്ത്. അതുകൂടാതെ തന്നെയാണ് ഈ പറയുന്ന എന്താണ് കഞ്ചാവും മറ്റേ നാക്കിലെ കൊടിക്കുന്ന സാധനം ഇതൊക്കെ കൊണ്ടുപോകുന്നത്. ഈ നാട് നമ്മളിത് പറയുമ്പോൾ പറഞ്ഞു ഇയാൾ ഈ ഭരിക്കാൻ വന്നതിന് ശേഷം ഇവിടെ ഇത്ര ഇതായത്. നിങ്ങൾ ആലോചിച്ച് നോക്കും. ഇനി ടോണ് പിരിക്കാൻ പോകണം. ഇനി ഈ കേരളത്തിനെ എങ്ങനെ ഒന്ന് ഇനിയിപ്പോ കേരളത്തിന് സ്വതന്ത്ര രാജ്യമായിട്ട് പ്രഖ്യാപിക്കുക, എന്നിട്ട് ഒരു സ്വന്തമായിട്ട് കമ്മട്ടം കൊടുക്കുക, ആവശ്യത്തിന് പൈസ അടിച്ചെടുത്തോളാൻ പറയുക. അതേ നടക്കുള്ളൂ. അല്ലാതെ ഇനി ഞാൻ ചോദിച്ചോട്ടെ, ഇനി UDF ആണ് അധികാരത്തിൽ വരുന്നതെന്ന് ഇരിക്കട്ടെ. UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ കിട്ടാവുന്നിടത്ത് നിന്നെല്ലാം കടം വാങ്ങിച്ചു. ഇനി കടം കൊടുക്കാനില്ല. ഈ കിട്ടുന്ന പണം, ഈ പിരിച്ചെടുക്കുന്ന പണം, ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കുന്ന പണം ഈ തിരിച്ചടവിന് മാത്രമേ വരുന്നുള്ളൂ. അങ്ങനെ വരുമ്പോൾ UDF എങ്ങനെ ഭരിക്കും? പിന്നെ ഇവന്മാരെന്താണ് UDF? ഞാൻ പലപ്പോഴും BJP ആണ് ഭരിക്കുന്നത്. ഒരു കാരണവശാലും BJP ഇവിടുത്തെ UDF സർക്കാരിന് കോൺഗ്രസ് സർക്കാർ കൊടുക്കൂല. ഇപ്പോഴും കൊടുക്കുന്നതിലും കൊടുക്കൂല. പിന്നെ ഇനി BJP കോൺഗ്രസ് അധികാരത്തിൽ വന്ന് ഇവർ ആരെങ്കിലും മുഖ്യമന്ത്രിയായിട്ട് ചുമതല ഏറ്റെടുത്ത്, അതായത് സർക്കാരിനെ സത്യപ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞാൽ ആ പിറ്റേ ദിവസം ഈ കമ്മിയൊക്കെ പിന്നെ വേറെ പണിയൊന്നുമില്ലല്ലോ. അതായത് ഈ നേരെ ചെങ്കോണകം കൊണ്ട് സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ വരും. പിന്നെ അവരെ പുറത്തിറങ്ങാൻ സമ്മതിക്കില്ല. അതായത് ഇവന്മാർ നീളെയും പോകാൻ സമ്മതിക്കില്ല, കുറുകെ പോകാൻ സമ്മതിക്കില്ല. ഇവന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തുരപ്പരലികളെക്കാളും ഈ കൂത്താടികളെക്കാളും വലിയ ഒരു ദ്രോഹമാണ് നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അതാണ് ഞാൻ ഈ പറഞ്ഞത്. എല്ലാത്തിനെയും ആദ്യം എതിർക്കും. ഇപ്പതാ സ്വകാര്യ സർവകലാശാല എതിർത്തവർ സ്വയം മാറി, പക്ഷെ മാറിയത് അവർ പറയില്ല. അതാണ് അതിൻ്റെ ഒരു ദുരഭിമാനമാണ്. ഇന്ന് പഴയ സഖാക്കളാരുമില്ല. ഒരു 50 വയസ്സിന് മുകളിലുള്ള ഒരാരും ഇന്ന് സജീവമായിട്ട് പാർട്ടി പ്രവർത്തനത്തിലില്ല. ഉള്ളതെല്ലാം ഈ എന്താണ് വളീഫിനെ പോലെയും മറ്റേ എന്താണ് മറ്റേ ആശ്രയ അങ്ങനെയുള്ള കുറേ എണ്ണമുണ്ട്. തിരുവനന്തപുരം ശരിക്കില്ല. അത് ഫേസ്ബുക്കിൽ കാണുന്നുണ്ട്. തിരുവനന്തപുരം ആരോ തിരുവനന്തപുരം എന്ന് പറയുന്നത് പാപ്പാന്റെ വകയാണ്. നിങ്ങൾ മിണ്ടിയാ നിങ്ങൾക്ക് ഇനി സ്റ്റുഡിയോ പോലും ഇവിടെ പ്രവർത്തിക്കാവില്ല. കാരണം തിരുവനന്തപുരം നിർത്തിക്കളയും. ഭയങ്കര കഴിവുള്ള
എന്തായാലും ഇങ്ങനെ പറഞ്ഞാൽ ഇത് വളരെ സന്തോഷമുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ കടുത്ത തീവ്ര കമ്മ്യൂണിസ്റ്റ് ചിന്താഗതി ഉള്ളവർ പോലും മാറ്റി ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. തലയ്ക്ക് വെളിവുള്ളവരും നല്ല ചിന്താശേഷിയുള്ളവരും സമൂഹവും നാടും നന്നാവണമെന്ന് പ്രസ്ഥാനം പോയി നന്നാവണമെന്ന് ആഗ്രഹിക്കുന്നവരും മാറ്റി ചിന്തിക്കുന്നു. അതിനൊക്കെ ഞങ്ങൾ വഹിക്കുന്ന പങ്ക്. ഇനി ഇവന്മാർ എന്ത് ചെയ്താലും നമുക്കൊരു വിഷയമല്ല. ഇവർ റൈഡ് ചെയ്യുകയോ ഇവന്മാരിന് റോഡിലിട്ട് അടിച്ചു കൊല്ലുകയോ വെട്ടിക്കൊല്ലുകയോ വണ്ടി അടിച്ചു കൊല്ലുകയോ എന്ത് ചെയ്താലും കുഴപ്പമില്ല. ഞാൻ പറയും പോലെ 100 വർഷം പിണറായി വിജയനായി ജീവിക്കുന്നതിനേക്കാളും, അല്ലെങ്കിൽ 100 വർഷം ആനത്തലാവട്ടം ആനന്ദനായോ MP ഗോവിന്ദനായോ ഈ പറയുന്ന വിജയരാഘവനായോ ഒക്കെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു ദിവസം സുമേഷ് മാർക്കോപ്പോളായിട്ട് ജീവിച്ചാൽ മതി. അത് തന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. വീണ്ടും കാണാം. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.